താളിയോലയും പുനർജന്മവും. ശ്രീയാൻജി, താളിയോല എന്ന് പറയുന്ന രീതിയിൽ എല്ലാവർക്കും താളിയോല ജാതകം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാണ്. താളിയോലയുടെ പേരിൽ ഒരുപാട് കാണ്ഡമായിട്ട് പ്രവചിക്കുന്നതും കൊടുക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ജ്യോതിഷന്മാർ നമുക്ക് കേരളത്തിലും ഉണ്ട്, കേരളത്തിന് പുറമേ ഉണ്ട്. അതിനകത്ത് ഈ പറയുന്ന തഞ്ചാവൂരൊക്കെ പോകുന്ന സമയത്ത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ സത്യസന്ധമായി കൊടുക്കുന്നവരുമുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് വേചന ചെയ്യുന്നവരുമുണ്ട്. ഒരു എന്താ പറയുക, ഒരു വലിയൊരു കമേഴ്ഷ്യൽ പോയിന്റ് ആണത്. സോ പുനർജന്മം ഉണ്ടോ? താളിയോലയും പുനർജന്മം, നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്. ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും. ആദ്യമേ തന്നെ പുനർജന്മമുണ്ടോ? അതെ, വളരെ കോൺട്രവേഴ്സിക്ക് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതെ. ചില വിഭാഗക്കാരതിനെ അന്ധവിശ്വാസമാക്കും. ഇതിലെല്ലാം വിശ്വാസത്തിൻ്റെ ഒന്നും യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. ഒന്ന് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പനി വന്നിട്ടുണ്ടാകും? ഒരു പനി വന്നു, സിമിലർ ആയിട്ടുള്ള അതേ പനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. രണ്ട്, നിങ്ങൾ കൈകാര്യം ചെയ്യുക. നിങ്ങൾ ചിലർക്കറിയാം, ഈ തീ കത്തിയിരിക്കുന്നതിൽ പോയി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊള്ളുമെന്ന്. എന്നാലും ഒന്ന് പിടിക്കാം, ഒരു രസത്തിൻ്റെ പുറത്ത് പിടിക്കുകയല്ല, ഇത് പൊള്ളും എന്നാൽ സൂക്ഷിപ്പം. ഉദാഹരണം പറഞ്ഞാൽ വിളക്ക് കത്തിക്കുമ്പോഴത്തെ കാര്യം എടുത്താൽ മതി. വിളക്ക് കത്തിക്കുമ്പം അതേൽ തിരിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ കൈ കൊണ്ട് പോയാൽ പൊള്ളുന്നത് നന്നായിട്ടറിയാം. തൊട്ടടുത്തൊരു കൊള്ളി ഉണ്ടെങ്കിൽ പോലും മടി കാരണം അതുകൊണ്ടൊന്ന് പൊടിച്ചിട്ട് തേച്ചിച്ച് പൊള്ളിച്ചേച്ച് വരച്ച് മാറും. ഇതറിയാം, ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ ഈ ലൈഫിൽ തന്നെ അവനവൻ്റെ അനുഭവങ്ങൾ പല ആവർത്തി റിപ്പീറ്റ് ചെയ്തിട്ടും പഠിക്കുന്നില്ലെങ്കിൽ അത് വീണ്ടും അത് പോയി ചെയ്താൽ പൊള്ളാതിരിക്കാതൊന്നുമല്ല, വീണ്ടും പൊള്ളും. അങ്ങനെയെങ്കിൽ ചില അനുഭവങ്ങൾ നമ്മൾ എപ്പോഴാണോ അതിൽ നിന്നും ചില കാര്യങ്ങൾ പഠിച്ച് തിരിച്ചറിവായി മാറുന്നത്, വളരെ ടോപ്പിക്ക് പോയിന്റ് എന്താ, തിരിച്ചറിവായി മാറുന്നത്, അതുവരെ അത് റിപ്പീറ്റ് ചെയ്യും. അതിനുള്ള സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നുള്ള. അങ്ങനെയെങ്കിൽ അനുഭവങ്ങൾ ഇങ്ങോട്ട് ലഭിക്കാനും അത് പലതും കൊടുക്കാനും ജീവിച്ചനുഭവിച്ച് പോകാനും നമുക്ക് ജന്മങ്ങളും പുനർജന്മങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനിയും വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, നല്ല പോലീസുകാരൻ, നല്ല കറ തീർന്ന പോലീസുകാരന് നല്ല കറ തീർന്ന കള്ളന്മാർ ആയിട്ടുള്ള മക്കളുണ്ടാവാറില്ലേ? ഉണ്ട്. എന്തുകൊണ്ടും നല്ല ശീലങ്ങൾ അവലംബിച്ച് വരുന്ന ഒരാളുടെ വീട്ടിൽ അതേ നാണയത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുന്നില്ലേ? അപ്പോൾ എന്താണ്? ചിലതൊക്കെ അനുഭവിക്കണം, ചിലതൊക്കെ പഠിക്കണം. ഇനി താളിയോലയിലേക്ക് വരാം. വളരെയേറെ ആൾക്കാരെ പറ്റിക്കപ്പെട്ടതും ഏറ്റവും കൂടുതലും ഇന്ന് ബിസിനസ് നടക്കുന്നതുമായ ഇന്നല്ല, നേരത്തെ മുതലേ തന്നെയുണ്ട് ഒരു ശാഖയാണ് താളിയോല. ആദ്യം തന്നെ ഈ താളിയോലയിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല മനോഹരമായിട്ട് പറയുന്നുണ്ടാവും. ഭാവി കാര്യങ്ങൾ, അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ കുറച്ച് പേരുടെ മാത്രമാണ് സംഭവത്തിൽ അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്നാൽ ധാരാളം മേഖലകളിൽ ഇതുപോലുള്ള വ്യത്യസ്തമുണ്ട്. നിങ്ങൾക്ക് ഇത് താളിയോല ഉണ്ടോ ഇല്ലയോ, ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, അത് നല്ലതാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. അവരവകാശം പറയുന്നത് തമ്പ് ഇംപ്രഷൻ കൊടുത്താൽ ബാക്കിയെല്ലാം അവരിങ്ങോട്ട് പറയും, അച്ഛൻ്റെ അമ്മയുടെയും പേരുൾപ്പെടെ. അതിനു മുമ്പ് പറയട്ടെ, യെസ് ഓർ നോ എന്നുള്ള ഉത്തരം മാത്രമായിരിക്കണം നിങ്ങളുടെ നാവുകളിൽ വരേണ്ടത്. അവിടെ കൊടുക്കുക, തമ്പ് ഇംപ്രഷൻ കൊടുക്കുക, നിങ്ങളുടെ പേര് പറഞ്ഞു, കുഴപ്പമില്ല. ബാക്കിയുള്ളത് ഇങ്ങോട്ട് ഓരോന്നുകൾ എടുത്തിട്ട് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ ഗ്രഹനില ഉൾപ്പെടെയുള്ളത് ഇങ്ങോട്ട് പറയുന്ന താളിയോല ഗ്രന്ഥങ്ങൾ ഇന്ന് വിവർത്തനം ചെയ്തു കൊടുക്കുന്ന മേഖലകളുണ്ട്, വ്യക്തികളുണ്ട്. ഞാനിങ്ങനെ കുറേ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ലോക്ക്ഡൗണിൻ്റെ പീരീഡിൽ ട്രിവാൻഡ്രത്തുള്ള ഒരിടത്ത് പോയതാണ്. അവിടെ ഒരു പൂജപ്പുര ഭാഗത്തൊരു, എനിക്കിപ്പോൾ അതിൻ്റെ പേരോ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ എൻ്റെ ചാനലിൽ ഞാനത് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇനി പൂർവജന്മത്തിലെ കാര്യങ്ങൾ അവിടെ എടുക്കുന്നതും അത് പറഞ്ഞതും ശരിയാണോ? കൈമലത്തേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പൂർവജന്മം അതിനകത്ത് പറയുന്നത് തന്നെ ആയിരുന്നു ഈ ജന്മത്തിലെ അനുഭവം എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം എവിടെ ചെന്നാലും ഏതൊരിടത്ത് ചെന്നാലും അവനവൻ്റെ ഇപ്പോഴത്തെ ജന്മത്തെ പിടിച്ചുള്ള അനുഭവത്തിന്
കണക്ട് ചെയ്യുന്ന സൈക്കോളജിക്കൽ സ്റ്റോറീസ് കുക്കപ്പ് ചെയ്യാൻ ആർക്കും ഇന്ന് കഴിയും. അതെ. അതുകൊണ്ട് പൂർവ്വജന്മത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്നടത്ത് നിങ്ങൾ ഇന്ന ദുഃഖങ്ങളും ഇന്ന ക്ലേശങ്ങളും ഇന്നത് ചെയ്തിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ ലൈഫിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതുണ്ട് എന്ന് പറയുന്നിടത്താണ് നമുക്ക് പോയിന്റ്. അത് ഇപ്പോഴത്തെ പറഞ്ഞിട്ട് ആ ലൈഫിൽ ഇന്നത് ചെയ്തത് കൊണ്ട് ഇതിനെ കൊണ്ടൊന്ന് റിലേറ്റ് ചെയ്യുന്ന മാച്ച് ദ ഫോളോയിങ് ആകരുത്. ഈ ജന്മത്തിലെ പറയുമ്പോൾ നിങ്ങളുടെ പൂർവ്വജന്മത്തിലുള്ള ഇന്ന പ്രവർത്തനങ്ങൾ കാരണം നിങ്ങൾ ഇപ്പോൾ ഇതനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് റിലേറ്റ് ചെയ്യാനുള്ള ദേശമുണ്ടാവണം, ദിക്കുണ്ടാവണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയണം. 2, ഇത് പോയി അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നതായിരിക്കുക എന്നും കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് മറ്റൊരു അനുഭവത്തിലൂടെ കടന്നു പോകണം. എനിക്ക് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഹിപ്നോസിസ് എന്ന് പറയുന്നൊരു ശാഖയുമായി ബന്ധപ്പെട്ട് ചില മൈൻഡ് തെറാപ്പീസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ ഒരു പ്രശ്നങ്ങൾക്ക്, ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലത്തിന് ഞാൻ ഹിപ്നോസിസ് ചെയ്യുമ്പോൾ ആളുടെ പാസ്റ്റ് ലൈഫിലെ ദിക്കുകളും ദേശങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഡേറ്റാസ് എല്ലാം ഞാൻ എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. എന്തായാലും അദ്ദേഹം ആ ദിക്കിൽ പോയി അത് കണ്ടുപിടിച്ചു. അവിടുത്തെ ഗവൺമെൻറ് രേഖ ഉൾപ്പെടെ, അത് അധികം കാലഘട്ടമൊന്നും അല്ലായിരുന്നു, 1950 കാലയളവിൽ മരണപ്പെട്ട ഒരു കേസായിരുന്നു ആളിൻ്റെ. എന്തായാലും ആളതെല്ലാം കണ്ടെത്തി. അതിനുശേഷം അത് കണ്ടെത്തി അവിടെ ആള് നിന്നിരുന്ന ദിക്ക് കാര്യങ്ങളെല്ലാം പോയി, അവിടെ നടന്നിരുന്ന കഥകളൊക്കെ എടുത്തിട്ട് അവിടെ പോയി ആ സങ്കേതത്തിലുള്ള ഇന്ന് ഏകദേശം ഒരു 80 വയസ്സ് പ്രായമുള്ള ഒരാളിനെ പോയി കണ്ട് അത് റിലവേറ്റ് ചെയ്ത് അതിൻ്റെ അനുഭവങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങോട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുറേ അനുഭവങ്ങൾ അങ്ങനെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുപോലുള്ള പല കാര്യങ്ങളും കേട്ടതല്ല, ഇത് എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. അങ്ങനെ 2 കേസുകൾ എനിക്ക് എൻ്റെ ലൈഫിലുണ്ട്. പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ചില ജീവിതങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ഇനി ജ്യോതിശാസ്ത്രത്തിലേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ 5-ാം ഭാവം, 9-ാം ഭാവം, 12-ാം ഭാവം, ഇങ്ങനെ 3 ഭാവങ്ങളെ പൂർവ്വജന്മങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്. ഒന്ന് ആലോചിച്ചാൽ നോക്കാം. 5-ാം ഭാവത്തിൽ ഒരിക്കലും പൂർവ്വജന്മമില്ല. 5-ാം ഭാവത്തിൽ നമ്മൾക്ക് വിശേഷമായിട്ട് പറയുന്ന പ്രജ്ഞ, മേധ, പ്രതിഭ, വിവേകശക്തി, വിവേകശക്തി എന്ന് പറയുക. അതിനകത്ത് ഈ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഓർമ്മകളാണ്. അതിനർത്ഥം ഒരു വ്യക്തി ഏതെല്ലാം ജന്മങ്ങൾ എടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാ ജന്മങ്ങളിലെയും ഓർമ്മകൾ മാത്രമാണ് 5-ാം ഭാവത്തിലുള്ളത്. പൂർവ്വജന്മം ഇല്ല, ഓർമ്മകൾ. 5-ാം ഭാവത്തിനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നും കൂടി പറയേണ്ടതുണ്ട്. എല്ലാ ഓർമ്മകളും ഈ ലൈഫിലെയും നേരത്തെ ഉള്ളത്, വാസനകളെല്ലാം 5-ാം ഭാവത്തിലുള്ളത്. അപ്പോൾ ഈ 5-ാം ഭാവത്തിൽ എല്ലാ സ്മൃതികളുമുണ്ട്. ഈ വാസനകളാണ് ഒരുവനെ അവൻ്റെ ഈ ലൈഫിൽ അവൻ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ അവൻ ചില വിഷയത്തിൽ ഹൈലി ടാലൻറ്റഡ് ആയിട്ട് മാറുന്നു. ഇപ്പം എൻ്റെ ലൈഫിൽ ഒരു പാസ്റ്റിലേക്ക് പുറയിലേക്ക് പോവുകയാണെങ്കിൽ ഒരാൾ പോലും ജ്യോതിഷികളല്ല. പക്ഷെ ഞാൻ ജ്യോതിഷത്തിൽ ഈ കാര്യങ്ങളിലേക്ക് എത്തി, എനിക്കിതൊരു ഭ്രാന്തായി, റിസർച്ച് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തപ്പെടുന്നു, പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്നു. എന്നെ സ്വാധീനിച്ചു. ഇതുപോലെ ആയിരിക്കും ചിലർ പല വിധത്തിലും ഇങ്ങനെയൊക്കെ അവരുടെ കാര്യങ്ങളിൽ വളരെയേറെ സ്വാധീനിക്കുന്നത്. അപ്പോൾ പൂർവ്വജന്മത്തിൻ്റെ ചില എവിഡൻസുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെ. പിന്നെ നമുക്കറിയാം ഇന്ന് ഹിപ്നോസിസ് കേരളത്തിൽ വളരെയേറെ ചർച്ച ചെയ്യുന്നതാണ്. കാരണം മെൻ്റലിസം എന്ന് പറയുന്ന ഇതിൻ്റെ പുറകിൽ മരിച്ചുപോയവരെ കാണിച്ചു കൊടുക്കുന്നതിൻ്റെയൊക്കെ പേരിൽ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ട് അതൊരു നിയമ നടപടികളിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഹിപ്നോസിസിൻ്റെ പേരിൽ പാസ്റ്റ് ലൈഫ് PLR എന്ന് പറഞ്ഞത് യൂട്യൂബിലൊക്കെ വളരെയേറെ കിടക്കുന്നതാണ്. അതൊക്കെ കണ്ടെത്തി എന്താ പറയുക, രജിസ്റ്റേർഡ് അല്ലാത്ത, സർട്ടിഫൈഡ് അല്ലാത്ത പ്രാക്ടീഷണേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ജീവിതം കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കാതിരിക്കുക, പാസ്റ്റ് ലൈഫ് അന്വേഷിച്ച് പോകാതിരിക്കുക ഹിപ്നോസിസിലൂടെ. അതിൻ്റെയൊക്കെ പുറകിൽ അത് പ്രോസസ്സ് ചെയ്യുന്നത് നല്ല രീതിയിലല്ലെങ്കിൽ ഈ ലൈഫിൽ വളരെയേറെ അപകടം പിടിച്ച അനുഭവങ്ങൾ ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഭ്രാന്ത് വരും എന്നുള്ളതൊന്നുമല്ല, പകുതിക്ക് വെച്ച് ഉണർന്നാലും ഭ്രാന്തും വരില്ല, മറിച്ച് മറ്റ് ദുരനുഭവങ്ങളിലേക്ക് പോകും. പാസ്റ്റ് ലൈഫ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് മനുഷ്യനാകാം, മൃഗമാകാം. അത് ഈ ലൈഫിലേക്ക് റീകണക്ട് ചെയ്യും. എന്തായാലും ശ്രീയാൻജി പറഞ്ഞതിനകത്ത് ശ്രീയാൻജിയുടെ പൂർവ്വജന്മത്തിൽ ജ്യോതിഷന്മാരാരും ഇല്ലയെന്ന് പറഞ്ഞു. വളരെ കറക്റ്റാണ്. ഇദ്ദേഹം ഈ ജന്മത്തിൽ ജ്യോതിഷനായത് എനർജി വേൾഡിൽ വരാനൊരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. തീർച്ചയായും. അല്ലെങ്കിൽ മുൻ ജന്മത്തിൽ ഇദ്ദേഹത്തിന് ശ്രീയാൻജി എന്താ പറയുക, ഉപാസനയും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നതായിരിക്കാം. ഒരു ഭാഗ്യമാണ് അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്. അതുപോലെ ശ്രീയാൻജി പറഞ്ഞ പോലെ ഹിപ്നോസിസ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാലിഡ് പോയിന്റ് ഉണ്ട്. ഒരുപാട് PLR, പാസ്റ്റ് ലൈഫ് റിഗ്രേഷൻ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് ചെയ്യാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ നോക്കുക. ഹിപ്നോസിസിൽ കൂടെ പാസ്റ്റ് ലൈഫിലേക്ക് പോകാം. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് എന്താ പറയുക ദോഷങ്ങളുണ്ട്.
അറിയാവുന്ന ഒരാൾ ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ല. പൂർണ്ണമായിട്ടും പുനർജന്മമുണ്ട്. അതായത് പല സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കുന്നതും ഒരുപാട് പേരുടെ ഇൻ്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ദി ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡ് അല്ലെങ്കിൽ പരലോക നിയമങ്ങൾ, നമുക്ക് 14 റിലംസ് ഉണ്ട്, 14 തലങ്ങളുണ്ട്. അതെ, മരണശേഷം അതിൽ 7 തലം എന്ന് പറയുന്നത് ഓരോ തലങ്ങളിലും പോകുമ്പോൾ നമ്മൾ അനുഭവിച്ച കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അവിടുന്ന് ചെയ്തതിന് ശേഷമാണ് അടുത്ത തലത്തിലേക്ക് പോകുന്നത്. വീണ്ടും നമ്മൾ റീബർത്ത് എടുക്കുന്നുണ്ട് അല്ലേ. സോ അപ്പം പുനർജന്മം എന്തായാലും ഉണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ടോക്ക് ഇവിടെ കഴിയുന്നില്ല. ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ടോക്കുമായി ശ്രീകാന്ത് ജിയായിട്ട് വീണ്ടും വരും. നന്ദി, നമസ്കാരം.